ചില പ്രണയങ്ങൾ മനസ്സിൽ തുടങ്ങും, പക്ഷേ അവ ഡയറിയിൽ പൂർത്തിയാകും. 1. പഴയ ഡയറി. പഴയ ഒരു മുറി, മരക്കസേര, ഒരു മേശ, ഒരു ഡയറി. കിരൺ അത് കയ്യിൽ പിടിച്ചു നിന്നു. ഡയറി അവളുടേതായിരുന്നു. അനു. അവൾ പോയിട്ട് 3 വർഷം. പക്ഷേ ഡയറി ഇന്നും അവിടെ. 2. കോളേജ് ദിവസങ്ങൾ. ആദ്യ പേജ്. ഇന്ന് ഞാൻ ഒരാളെ കണ്ടു. കോളേജ് ക്യാമ്പസ്, മഴ, ചായക്കട. കിരൺ അവിടെ നിന്ന് പുസ്തകം വായിക്കുകയായിരുന്നു. അനു അവനെ നോക്കി ചിരിച്ചു. അത് ആദ്യ ദിവസം. 3. പതുക്കെ വളർന്നത്. ഡയറി പറഞ്ഞു, അവൻ കുറച്ച് സംസാരിക്കും, പക്ഷെ അവന്റെ നിശബ്ദം എനിക്കിഷ്ടമാണ്. ചെറിയ സംഭാഷണങ്ങൾ, നീണ്ട നോട്ടങ്ങൾ. പ്രണയം പറഞ്ഞില്ല, എഴുതി. 4. പറയാത്ത വാക്കുകൾ. ഒരു പേജ്. ഞാൻ അവനോട് പറയണം, പക്ഷെ ഭയം. കിരൺ അത് വായിക്കുമ്പോൾ ഹൃദയം കുലുങ്ങി. അവനറിയില്ലായിരുന്നു. 5. പിരിയുന്ന ദിവസം. ഡയറി. നാളെ ഞാൻ പോകും. അവൻ വരുമോ? അനു പോയി. കിരൺ വന്നില്ല. അതവരുടെ വലിയ തെറ്റ്. 6. വർഷങ്ങൾക്കുശേഷം. ഡയറിയുടെ അവസാന പേജുകൾ നനഞ്ഞിരുന്നു. ഞാൻ ഒരിക്കൽ വായിക്കുമോ ഈ ഡയറി? കിരൺ കണ്ണീർ തുടച്ചു. 7. അവസാന പേജ്. അവസാന പേജ്. നീ ഇത് വായിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും നിന്നെ സ്നേഹിക്കുന്നു. കിരൺ ഡയറി അടച്ചു. 8. ഡയറിയുടെ പുറത്ത് പ്രണയം. അടുത്ത ദിവസം അവനൊരു ഡയറി വാങ്ങി. ആദ്യ പേജ്. ഇനി ഞാൻ പറയാതെ എഴുതില്ല. പ്രണയം ഇനി വാക്കുകളാകും. മഴ. ഈ നഗരത്തിൽ ഒരിക്കലും അറിയിപ്പില്ലാതെ വരും. അന്ന് വൈകുന്നേരവും അതെ. ഓഫീസിൽ നിന്ന് തിരിച്ചുപോകുമ്പോൾ രമേശ് ബസ് സ്റ്റോപ്പിൽ നിന്നു. കയ്യിലൊരു പഴയ കുട. അവൻ കുട തുറക്കാറില്ല. മഴയെ ഇഷ്ടപ്പെടുന്നവൻ. അപ്പോൾ അവളുടെ ശബ്ദം. ക്ഷമിക്കണം, കുറച്ചിടം കിട്ടുമോ? അവൾ ലക്ഷ്മി. നനഞ്ഞ മുടി, കണ്ണുകളിൽ ഒറ്റപ്പെടൽ. രമേശ് കുട തുറന്നു. അവൾക്കായി. അത് അവരുടെ ആദ്യ മഴ. അന്നുമുതൽ മഴ പെയ്യുമ്പോൾ അവർ ബസ് സ്റ്റോപ്പിൽ കണ്ടുമുട്ടി. സംഭാഷണങ്ങൾ ചെറുതായിരുന്നു, നോട്ടങ്ങൾ വലിയവ. ലക്ഷ്മി ഒരു ആശുപത്രിയിൽ നഴ്സ്. രമേശ് ഒരു അക്കൗണ്ടന്റ്. നിനക്ക് മഴ ഇഷ്ടമാണോ? അവൾ ചോദിച്ചു. ഇപ്പോൾ കുടയുണ്ട്, അവൻ പറഞ്ഞു. അവൾ ചിരിച്ചു. പ്രണയം മഴ പോലെ വന്നു. ആദ്യം മന്ദമായി, പിന്നീട് ആഴത്തിൽ. ഒരു ദിവസം ലക്ഷ്മി പറഞ്ഞു, എനിക്ക് പോകണം, വിദേശത്തേക്ക്. മഴ അന്നില്ലായിരുന്നു. രമേശ് ഒന്നും പറഞ്ഞില്ല. പോകുന്ന ദിവസം ലക്ഷ്മി കുട തിരികെ നൽകി. ഇനി നീ നനയരുത്, അവൾ പറഞ്ഞു. രമേശ് കുട അടച്ചു. വർഷങ്ങൾ കടന്നുപോയി. ബസ് സ്റ്റോപ്പ് മാറി. നഗരം മാറി. ഒരു ദിവസം വീണ്ടും മഴ. രമേശ് ബസ് സ്റ്റോപ്പിൽ നിന്നു. കുട കയ്യിൽ. ഒരു ശബ്ദം. ഇതുവരെ നനയുന്നില്ലേ? ലക്ഷ്മി. രമേശ് കുട തുറന്നു. ഇത് ഇന്നും നിനക്കായാണ്. മഴ അവരെ മൂടി. മഴ. ഈ നഗരത്തിൽ ഒരിക്കലും അറിയിപ്പില്ലാതെ വരും. അന്ന് വൈകുന്നേരവും അതെ. ഓഫീസിൽ നിന്ന് തിരിച്ചുപോകുമ്പോൾ രമേശ് ബസ് സ്റ്റോപ്പിൽ നിന്നു. കയ്യിലൊരു പഴയ കുട. അവൻ കുട തുറക്കാറില്ല. മഴയെ ഇഷ്ടപ്പെടുന്നവൻ. അപ്പോൾ അവളുടെ ശബ്ദം. ക്ഷമിക്കണം, കുറച്ചിടം കിട്ടുമോ? അവൾ ലക്ഷ്മി. നനഞ്ഞ മുടി, കണ്ണുകളിൽ ഒറ്റപ്പെടൽ. രമേശ് കുട തുറന്നു. അവൾക്കായി. അത് അവരുടെ ആദ്യ മഴ. അന്നുമുതൽ മഴ പെയ്യുമ്പോൾ അവർ ബസ് സ്റ്റോപ്പിൽ കണ്ടുമുട്ടി. സംഭാഷണങ്ങൾ ചെറുതായിരുന്നു, നോട്ടങ്ങൾ വലിയവ. ലക്ഷ്മി ഒരു ആശുപത്രിയിൽ നഴ്സ്. രമേശ് ഒരു അക്കൗണ്ടന്റ്. നിനക്ക് മഴ ഇഷ്ടമാണോ? അവൾ ചോദിച്ചു. ഇപ്പോൾ കുടയുണ്ട്, അവൻ പറഞ്ഞു. അവൾ ചിരിച്ചു. പ്രണയം മഴ പോലെ വന്നു. ആദ്യം മന്ദമായി, പിന്നീട് ആഴത്തിൽ. ഒരു ദിവസം ലക്ഷ്മി പറഞ്ഞു,
എനിക്ക് പോകണം. വിദേശത്തേക്ക്. മഴ അന്നില്ലായിരുന്നു. രമേശ് ഒന്നും പറഞ്ഞില്ല. പോകുന്ന ദിവസം ലക്ഷ്മി കുട തിരികെ നൽകി. ഇനി നീ നനയരുത്, അവൾ പറഞ്ഞു. രമേശ് കുട അടച്ചു. വർഷങ്ങൾ കടന്നുപോയി. ബസ് സ്റ്റോപ്പ് മാറി. നഗരം മാറി. ഒരു ദിവസം വീണ്ടും മഴ. രമേശ് ബസ് സ്റ്റോപ്പിൽ നിന്നു. കുട കൈയിൽ. ഒരു ശബ്ദം. ഇതുവരെ നനയുന്നില്ലേ? ലക്ഷ്മി. രമേശ് കുട തുറന്നു. ഇത് ഇന്നും നിനക്കായാണ്. മഴ അവരെ മൂടി.